മൃദുഭാവേ ദൃഢകൃത്യേ പുതിയ മാർഗം പുതിയ ലക്ഷ്യം പ്രതിദിനം. ഹലോ നമസ്കാരം, സൈലം BSc ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ ഒറ്റ പരീക്ഷയിൽ ഒരു സർക്കാർ ജോലിയാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത്? അതും ഒരു യൂണിഫോം പോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. CPO സിവിൽ പോലീസ് ഓഫീസർ, WCPO വുമൺ സിവിൽ പോലീസ് ഓഫീസർ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ സൈലം BSc ഈ ജനുവരി 15-ാം തീയതി മുതൽ അതിനു വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് ആരംഭിക്കുകയാണ്. നമ്മൾ സിലബസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് മാറ്റമായിട്ട് നിൽക്കുന്നത് 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ CPOയുടെ WCPയുടെ സിലബസ് നോക്കുമ്പോഴും ഇപ്പോഴത്തെ സിലബസ് നോക്കുമ്പോഴുള്ള അതിനുള്ള കാതലായ ഒരു മാറ്റം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സിലബസിൽ ഓരോ സെഷൻസിനകത്തും ഇപ്പോൾ IPC ആയിക്കോട്ടെ, CRPC ആയിക്കോട്ടെ, ഇന്ത്യൻ എവിഡൻസ് ആയിക്കോട്ടെ, അതിനകത്ത് ഓരോ സെഷൻസ് തന്നിരിക്കുന്നതിനകത്തും വകുപ്പുകൾ തന്നിരിക്കുന്നതിനകത്തും അതേതാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന് വകുപ്പ് നമ്പർ സഹിതം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സിലബസിനകത്ത് അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതായത് വകുപ്പ് നമ്പർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ 3 നിയമങ്ങൾ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇതിന് 3-നകത്തും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. IPCയുടെ പേര് മാറ്റിയായിരുന്നു, CRPCയുടെ പേര് മാറ്റി, അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പേരും മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ മാറ്റം വന്ന സമയത്ത് അത് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത്, പഴയ നമ്പർ വെച്ച് IPCയിലും CRPCയിലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും പറഞ്ഞ പഴയ സെഷൻ നമ്പർ വെച്ച് പഠിക്കണോ അതോ പുതിയ സെഷൻ നമ്പർ വെച്ച് പഠിക്കണോ എന്നുള്ളതാണ്. ആ ഒരു സംശയം ആക്കം കൂട്ടുന്നതാണ് നമ്മുടെ പുതിയൊരു സിലബസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 20 മാർക്കിനുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം, എന്തൊക്കെ വേണം നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടത്, പഴയത് പഠിക്കണോ പുതിയത് വെച്ച് പഠിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഈ ജനുവരി 15 തുടങ്ങുന്ന CPO WCPO ബാച്ചിൽ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബാച്ചിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ബാച്ചിൽ കാണാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെയാണ്, IPCയുടെ പുതിയ പേരെന്താണ്, CRPCയുടെ പുതിയ പേരെന്താണ്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പുതിയ പേരെന്താണ്? ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് ബാച്ചിൽ കാണാവുന്നതാണ്. താങ്ക് യു.